UDF മന്ത്രിസഭാ രൂപീകരണം. 5ാം മന്ത്രിസ്ഥാനമെന്ന ലീഗിന്റെ ആവശ്യത്തിന് വഴങ്ങാതെ കോൺഗ്രസ്. സത്യപ്രതിജ്ഞ നാളെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കെ UDF മന്ത്രിസഭയിലെ വകുപ്പ് വിഭജന ചർച്ചകൾ അന്തിമഘട്ടത്തിൽ. 5 മന്ത്രിസ്ഥാനമെന്ന മുസ്ലിം ലീഗിന്റെ ആവശ്യത്തിനു മുന്നിൽ വഴങ്ങേണ്ടതില്ലെന്ന തീരുമാനത്തിലാണ് കോൺഗ്രസ്. ഘടകകക്ഷികളിൽ നിന്നും വിട്ടുവീഴ്ച പ്രതീക്ഷിക്കുന്ന കോൺഗ്രസ് നേതൃത്വം തർക്കങ്ങളില്ലാതെ വകുപ്പ് വിഭജനം പൂർത്തിയാക്കാനുള്ള ഊർജിത ശ്രമത്തിലാണ്. മുസ്ലിം ലീഗിന് 4 മന്ത്രിസ്ഥാനം നൽകാമെന്നും 5ാം മന്ത്രിക്ക് പകരമായി ഭരണപരിഷ്കാര കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം നൽകാമെന്നുമാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശം. കൂടാതെ ലീഗ് കൈവശം വെച്ചിരുന്ന വിദ്യാഭ്യാസ വകുപ്പ് തിരിച്ചെടുക്കുന്ന കാര്യവും കോൺഗ്രസിന്റെ സജീവ ആലോചനയിലുണ്ട്. വിദ്യാഭ്യാസ വകുപ്പിന് പകരം മറ്റൊരു വകുപ്പ് ലീഗിന് നൽകിയേക്കും. മുന്നണിയിൽ ചീഫ് വിപ്പ് പദവി വേണ്ടെന്ന് വെക്കാനും UDF പരിഗണിക്കുന്നുണ്ട്. അതേസമയം മറ്റ് ഘടകകക്ഷികളും പ്രധാന വകുപ്പുകൾക്കായി തങ്ങളുടെ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ്. CMP ഇത്തവണ തുറമുഖ വകുപ്പാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈദ്യുതി, ജലവിഭവം, ടൂറിസം എന്നീ 3 പ്രധാന വകുപ്പുകൾ വേണമെന്നാണ് RSPയുടെ ആവശ്യം. വികസന മുൻഗണനകളുള്ള ഈ വകുപ്പുകൾ ലഭിക്കുന്നത് പാർട്ടിയുടെ ജനകീയ അടിത്തറ വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. പൊതുമരാമത്ത് അല്ലെങ്കിൽ റവന്യൂ വകുപ്പുകളിൽ ഒന്ന് ലഭിക്കണമെന്ന ഡിമാൻഡിലാണ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം. ഭരണത്തിൽ നിർണായക സ്വാധീനമുള്ള ഈ വകുപ്പുകൾക്കായി കോൺഗ്രസും ലീഗും ഉൾപ്പെടെ അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിലും അനുരഞ്ജനത്തിലൂടെ പ്രശ്നപരിഹാരത്തിനാണ് UDF ശ്രമിക്കുന്നത്. ഒഴിവാക്കുന്നതിനായി മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ നേരിട്ടാണ് ഉഭയകക്ഷി ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്നത്. നാളെ സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ ചർച്ചകൾ വലിച്ചു നീട്ടാതെ പെട്ടെന്ന് തന്നെ തീരുമാനമെടുത്തേക്കും. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.